പ്രൈസ് ലോർഡ്. എല്ലാവരും കരമുയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ അനുഗ്രഹീതമായ ഈ പകലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നൽകുകയാണ്. ഈ മാസത്തിൻ്റെ അവസാന ഞായർ നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഭർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഞാൻ ഈ സങ്കീർത്തനത്തിന് മുമ്പ് എഴുന്നേറ്റ് നിന്നപ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാം. ഞാൻ പാസ്റ്റർ ജോജിയോട് പറഞ്ഞില്ല ഞാനാണ് സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്നതെന്ന്. എന്നാൽ എനിക്കിന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേവിടെ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് ചോദിച്ചു ഏത് സങ്കീർത്തനമാണ് വായിക്കേണ്ടത്. ഞാൻ പറഞ്ഞു 22-ാം സങ്കീർത്തനം. അദ്ദേഹം പറഞ്ഞു ഞാനിന്നിവിടെ വായിക്കാനിരുന്നത് 22-ാം സങ്കീർത്തനമാണ്. ഞാനിന്നിവിടെ പാടാനിരുന്ന പാട്ടാണ് മുമ്പേ പാടിയത്. കർത്തൻ നീ കർത്തൻ നീ മരണത്തെ തകർത്തുയർത്തവൻ നീ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കോർഡിനേഷൻ ഇവിടെയുണ്ട്. ദൈവാത്മാവിൻ്റെ ഒരു ഗൈഡൻസ് ഇവിടെയുണ്ട്. പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്താൽ നീ പാടേണ്ട പാട്ട് പരിശുദ്ധാത്മാവ് തരും, വായിക്കേണ്ട സങ്കീർത്തനം പരിശുദ്ധാത്മാവ് തരും, പ്രസംഗിക്കേണ്ട വചനം പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയ! ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ! 22, 23, 24 സങ്കീർത്തനങ്ങൾ മശൈകൈക സങ്കീർത്തനങ്ങളാണ്. 22-ാം സങ്കീർത്തനത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നലെ എന്ത് ചെയ്തെന്ന് വെളിപ്പെടുത്തുന്നു. 23-ാം സങ്കീർത്തനത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്യുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. 24-ാം സങ്കീർത്തനത്തിൽ നാളെ അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ഇബ്രായ ലേഖനം 9-ാം അധ്യായം 26 മുതൽ വാക്യപ്രകാരം അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇപ്പോൾ അവൻ നമുക്ക് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കുന്നു. ഇനിയും അവൻ നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകും. 22-ാം സങ്കീർത്തനത്തിൽ സിംഹത്തിൻ്റെ വായിൽ നിന്ന് നമ്മെ വലിച്ചെടുക്കുന്ന സർവശക്തനെ നമ്മൾ കാണുന്നു. 23-ാം സങ്കീർത്തനത്തിൽ ഈ മരുയാത്രയിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകി ആദരിച്ച് വഴി നടത്തുന്ന നടത്തിപ്പുകാരനെ നമ്മൾ കാണുന്നു. 24-ാം സങ്കീർത്തനത്തിൽ അതിവിദൂര ഭാവിയിൽ നമ്മെ നിത്യതയിൽ ചേർക്കാൻ ഇറങ്ങി വരുന്ന രാജാതിരാജാവിനെ കാണുന്നു. 22-ാം സങ്കീർത്തനത്തിൽ നല്ല ഇടയനായ കർത്താവിനെ കാണുന്നു. 23-ാം സങ്കീർത്തനത്തിൽ വലിയ ഇടയനായ കർത്താവിനെ കാണുന്നു. 24-ാം സങ്കീർത്തനത്തിൽ രാജാതിരാജാവും കർത്താവുമായി ശ്രേഷ്ഠ ഇടയനെ വെളിപ്പെടുത്തുന്നു. 22-ാം സങ്കീർത്തനം ക്രൂശ് അല്ലെങ്കിൽ ക്രോസ്. 23-ാം സങ്കീർത്തനം ഖോൽ അല്ലെങ്കിൽ ക്രോക്ക്. 24-ാം സങ്കീർത്തനം കിരീടം അല്ലെങ്കിൽ ക്രൗൺ. ഒന്നുകൂടെ ഞാൻ പറയാം. കഴിഞ്ഞ നാൾ അവൻ നമ്മെ രക്ഷിച്ചവനാണ്. സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുത്തവനാണ്. ഇന്നവൻ നമ്മെ വഴി നടത്തുന്നവനാണ്. നാളെ അവൻ നമ്മെ നിത്യവീട്ടിൽ ചേർക്കാൻ ഇറങ്ങി വരുന്നവനാണ്. നമ്മെ രക്ഷിച്ചിട്ട് വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ കർത്താവ്, എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നവനാണ്. മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരെ മിസ്രയീമിൻ്റെ ഊഴിയവേലയിൽ നിന്ന് വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല, പാലും തേനും ഒഴുകുന്ന കനാനിൽ കൊണ്ടെത്തിക്കുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കും ദൈവവൈതലേ. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിച്ച് വഴിയിട്ടിട്ട് പോകുന്നവനല്ല, എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന കർത്താവ് കൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അർത്ഥപ്രാണനായി കിടന്ന, വഴിയാധാര ജീവിയായി കിടന്ന, യെരൂശലേമിൽ യെരിഹോവിലേക്ക് പോയവനെ നല്ല ശമരിയക്കാരൻ വന്ന് രക്ഷിച്ചിട്ട് എവിടെയിലിട്ടിട്ട് പോയില്ല, അവനെ വഴിയമ്പലത്തിൽ കൊണ്ടാക്കി. പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു.
ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ കാക്കാൻ ശക്തനായവനാണ്. അവൻ എന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, എന്നെ വഴിയിൽ കള്ളിക്കളയുന്നവനല്ല. ഓ ശഖമറോനിയാന, എന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവരെയും എന്നെ വലങ്കരത്തിൽ അവൻ പിടിക്കും. എല്ലാവരും കരങ്ങളുടെ ശരീരഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് ശക്തിയോടെ ഹല്ലേലൂയ. ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ നിവർത്തിയാക്കപ്പെട്ട 25ഓളം പ്രവചനങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. 25 പ്രവചനങ്ങൾ ആ ഒറ്റ സങ്കീർത്തനത്തിലുണ്ട്. അവ കർത്താവിൽ നിവർത്തിക്കപ്പെടുന്നു കാൽവറി യാഗത്തിൽ. ആദ്യത്തെ വാക്യം നമ്മുടെ കർത്താവ് ക്രൂശിൽ പറഞ്ഞ 3-ാമത്തെ മൊഴിയാണ്. അവസാന വാക്യം നമ്മുടെ കർത്താവ് കാൽവറിയിൽ പറഞ്ഞ അവസാന മൊഴിയിൽ ഒന്നാണ്. തുടക്കം എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അവസാന പദം വായിച്ചേ പാസ്റ്റർ. അവസാന പദം 22ന്റെ അവസാന വാക്യം. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു. കർത്താവ് കാൽവറിയിൽ പറഞ്ഞതാണ് ടെറ്റ്ലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവർത്തിയായി. അതിലൊത്തിരി പ്രവചന വാക്യങ്ങളുണ്ട്. നമ്മുടെ നേരെ ഉള്ളത് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കറിയാം. അവൻ ആരുമില്ലെന്ന് വരുന്നു, അവൻ്റെ അസ്ഥികൾ തുളയ്ക്കുന്നു, അവൻ്റെ അസ്ഥികൾ ബന്ധം വിടുന്നു, അവൻ്റെ അങ്കിക്ക് അയച്ചിട്ടിടുന്നു, കയ്പ് കാടി അവന് കുടിക്കാൻ കൊടുക്കുന്നു, ആളുകൾ ചുറ്റും നിന്ന് പരിഹസിക്കുന്നു. ഇങ്ങനെ ഒത്തിരി പ്രവചനങ്ങളുണ്ട്. എന്നാൽ ഇവിടെ 1-ാം വാക്യം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? പിതാവാം ദൈവം തൻ്റെ പുത്രനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി കൈവിട്ട് കളഞ്ഞു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 26-ാം വാക്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 26-ാം വാക്യം. 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 9-ാം അധ്യായം 26-ാം വാക്യം. 68 ആണ്ടുകൾക്ക് ശേഷം അഭിഷക്തൻ ഛേദിക്കപ്പെടും. അവന് ആരുമില്ലെന്ന് വരും. അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന അവൻ ആരുമില്ലെന്ന് വരും. അവൻ ആരുമില്ലെന്ന് വരും. സ്തോത്രം. അവൻ ആരുമില്ലെന്ന് വരും. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു, എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിച്ചു. ഇന്ന് രാവിലെ ഫെയ്ത്ത് സെന്ററിൽ വന്ന ദൈവം ഇതിലെ ആര് കൈവിട്ടാലും നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ആരെല്ലാം കൈവിട്ടാലും അവൻ നമ്മെ കൈവിടില്ല. അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യേണ്ടതൊക്കെ അവൻ നിവർത്തിക്കും. നിന്നെ കൊണ്ട് ചെയ്യേണ്ട ശുശ്രൂഷകൾ അവൻ നിവർത്തിക്കും. നീ നിവർത്തിക്കുന്ന കാണട്ടെ, ഒന്ന് തികയ്ക്കുന്ന കാണട്ടെ എന്ന് പിശാച് പറഞ്ഞാലും എൻ്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നിന്നെ കൊണ്ട് ചെയ്യേണ്ടതെല്ലാം നിവർത്തിക്കും. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു, ആരും എൻ്റെ കൂടെ നിന്നില്ല. പക്ഷേ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൈയൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. എന്നെ ആര് കൈവിട്ടാലും കൈവിടാത്തൊരു കർത്താവുണ്ടെന്ന് പറ. വാ തുറന്നു പറ. പിശാച് കേൾക്കപ്പറ. എനിക്ക് ആരുമില്ലാതെ വന്നാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ തൻ്റെ വേല നിവർത്തിക്കും. കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവൻ ശുശ്രൂഷ നിവർത്തിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, പിതാവാം ദൈവം തൻ്റെ പുത്രനെ കൈവിട്ട് കളഞ്ഞു. ആ സങ്കീർത്തനത്തിൽ 4-ാം വാക്യം വായിച്ച പാസ്റ്റർ. 4-ാം വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു.
അവർ നിന്നോട് നിലവിളിച്ചു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. കണ്ടോ, കർത്താവിനോട് നിലവിളിച്ചവനെല്ലാം രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. ആമേൻ. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഭോജനയാഗം നിനക്ക് പ്രസാദമില്ല. ദൈവത്തിന് ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കില്ല. ആര് നിരസിച്ചാലും ദൈവം നിന്നെ നിരസിക്കില്ല. ആര് കൈവിട്ടാലും ദൈവം നിന്നെ കൈവിടില്ല. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനോടുകൂടെ ഇരുന്ന് അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഒരു ദൈവം ഇതിൻ്റെ ആശ്രയം. ആരും കൂടെ വരാനില്ലാത്തപ്പോഴും, ആരും ചേർന്ന് വരാനില്ലാത്തപ്പോഴും, എല്ലാവരും കൈവിടുമ്പോഴും, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും, എല്ലാവരും കൈവിടുമ്പോഴും, ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്തപ്പോഴും, കണ്ണുനീര് തുടയ്ക്കാൻ ആരുമില്ലാത്തപ്പോഴും, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, എൻ്റെ ദൈവം എൻ്റെ അരികിൽ വരും. അതാണൊരു ദൈവത്തിന്റെ പ്രത്യാശ. പാസ്റ്റർ കൂടില്ലെങ്കിലും, സഹവിശ്വാസി കൂടില്ലെങ്കിലും, ബന്ധക്കാരും സ്വന്തക്കാരും കൂടില്ലെങ്കിലും, എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല. ഇവിടെ കീർത്തനക്കാരൻ പറയുന്നു, കർത്താവേ, പിതാക്കന്മാരൊക്കെ വിളിച്ചു, നീ ഉത്തരമരളി. പക്ഷെ ഇവിടെ യേശു കർത്താവ് പറയുക, പകൽ സമയത്ത് ഞാൻ വിളിക്കുന്നു, നീ ഉത്തരമരളുന്നില്ല. രാത്രി കാലത്തും ഞാൻ നിലവിളിക്കുന്നു, നീ ഉത്തരമരളുന്നില്ല. പിതാവാം ദൈവം തൻ്റെ പുത്രനെ കൈവിട്ടു. നമുക്ക് നമ്മുടെ ദൈവം ഇറങ്ങി വരും, എന്നാൽ അവിടെ ദൈവം കൈവിട്ടു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഒരു ചിന്ത എന്നിൽ വന്നു. മത്തായി സുവിശേഷം കൂടെ വായിക്കുന്നതാണ്. ഞാൻ ഇരുന്ന് കരഞ്ഞുപോയി. ഇങ്ങനെ വന്ന് തോന്നുന്നു, ആരാണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. ചിലപ്പോൾ അങ്ങ് തോന്നും, ദൈവദാസന്മാർ ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നതായി തോന്നും, ചുമ്മാ ഇരുന്ന് കരയുന്നതായി തോന്നും. പ്രൈസലോട് വേദപുസ്തകം പറയുന്നു, അഭിഷക്തൻ ആത്മപൂർണ്ണൻ ചിലപ്പോഴൊക്കെ ഭ്രാന്തനാ, ചിലപ്പോൾ ഭ്രാന്ത. 27-ാം അധ്യായം മത്തായി സുവിശേഷം 45-ാം വാക്യം. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്നുറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്നർത്ഥം. നീ എന്നെ കൈവിട്ടു. ഞാൻ കരയാൻ കാര്യം അതല്ല. എൻ്റെ മുഖത്തോട്ട് നോക്കി, എല്ലാവരും ഇങ്ങോട്ട് നോക്കി. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ദൈവം ഇരുട്ടാക്കി. എന്തിനാ ഇരുട്ടാക്കി എന്നറിയാമോ? തേജോരൂപനായവൻ, ഏകജാതനായവൻ, കോടാനുകൂടി ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായവനെ മനുഷ്യപ്പുഴുക്കൽ അടിക്കുമ്പം, അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമ്പോൾ, അവൻ്റെ രോമകൂപം പിഴുതെടുക്കുമ്പോൾ, സ്വർഗത്തിലെ ദൂതന്മാരച്ചാ അത് കണ്ടാൽ അവർ കടങ്ങിയിരിക്കാൻ കഴിയില്ല. ഗബ്രിയേല് കണ്ടാൽ അവൻ ചാടി വീഴും, മീഖായേല് കണ്ടാൽ അവൻ ചാടി വീഴും, ദൂതസംഘം കണ്ടാൽ ഇറങ്ങി വരും, എൻ്റെ പ്രാണപ്രിയനെ തുടരുന്ന് പറയും. ഞാൻ കരഞ്ഞത് അതിനു വേണ്ടിയാ, ഇപ്പോഴും കരയുന്നത് അതിനു വേണ്ടിയാ. പിതാവാം ദൈവത്തിന് മനസ്സിലായി, ഈ കാഴ്ച ദൂതന്മാർ കാണരുത്. ഈ കാഴ്ച ദൂതന്മാർ കണ്ടാൽ അവർക്കിത് സഹിപ്പാൻ കഴിയില്ല. അവർ ചാടിയിറങ്ങും, അവർ തടയും. അതുകൊണ്ട് പിതാവാം ദൈവം ഇരുട്ട് വരുത്തി. തൻ്റെ പുത്രനെ അവൻ കൈവിട്ടതാരും കാണണ്ട. ഗബ്രിയേലേ, നീ ഇത് കാണരുത്. മീഖായേലേ, നീ ഇത് കാണരുത്. ദൂതസംഘമേ, നീ ഇത് കാണരുത്. എൻ്റെ പുത്രനെ ഞാൻ കൈവിടുക. പാട്ടുകാരൻ പാടിയ യഹൂദന്മാർക്കും യവനന്മാർക്കും പട്ടാളക്കാർ അല്ലാത്തോർക്കും ഇഷ്ടം പോലെ
എന്തും ചെയ്യുവാൻ കുഞ്ഞാട് പോലെ നിന്നുകൊടുത്തു. തൻ്റെ പുത്രനെ കൈവിട്ട് കളഞ്ഞു. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അവൻ്റെ മഹുദ്ധീകരണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത്, നമ്മെ കയ്യേൽക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ കൈവിട്ടു. അവനാരുമില്ലാതെ വരും, അവനാരുമില്ലാതെ വന്നു. കൂടെ നിന്നവൻ ഒറ്റിക്കൊടുത്തു. ഒരിക്കലും തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞവൻ തള്ളിപ്പറഞ്ഞു. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ ഓടിപ്പോയി. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവപൈതലേ, ഒരു പക്ഷെ നീയും ഇതിലൂടെയൊക്കെ കടന്നു പോകും. ഞാൻ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞതൊന്നുകൂടെ ആവർത്തിക്കുന്നു. ചിലപ്പോൾ നിനക്കാരും ഇല്ലെന്ന് വരും. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥയിലൂടെ നീ പോകേണ്ടി വരും. എന്നാൽ ഇന്ന് രാവിലെ ഒന്നുകൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് പറഞ്ഞു, പിതാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറ, ലോകത്തിൽ ആരില്ലെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആരുമില്ലാതെ വരില്ല. ഒന്നുകൂടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചോണ്ട് പറ, എനിക്ക് ആരുമില്ലാതെ വരില്ല. ശക്തിയോടെ കൈകളടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ, ദൈവശക്തിയിൽ നിറഞ്ഞു പറ, എനിക്ക് ആരുമില്ലാതെ വരില്ല. അപ്പൻ കൈവിട്ടാലും, അമ്മ കൈവിട്ടാലും, അമ്മാച്ചൻ കൈവിട്ടാലും, അനന്തരവൻ കൈവിട്ടാലും, ഉപ്പാപ്പൻ കൈവിട്ടാലും, വിശ്വാസി കൈവിട്ടാലും, സ്നേഹിതർ കൈവിട്ടാലും, പാസ്റ്റർ കൈവിട്ടാലും, എന്നെ എന്റെ ദൈവം കൈവിടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ മക്കളോടുകൂടെയാണ് നിങ്ങൾ പള്ളിയുടെ വന്നിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളുമുണ്ട്. ലൂക്കിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ പോകുന്ന പോക്കിൽ അവൻ്റെ പെങ്ങൾ കൂടിയിരിപ്പുണ്ട്, അല്ലെ മറ്റൊരാൾ നമ്മുടെ കൺമുമ്പിൽ വെച്ച് കൊച്ചിനെ പിടിച്ച്, അല്ല നമ്മളെല്ലാവരും നിൽക്കുമ്പോഴാണ് ഇരിക്കട്ടെ, ഈ കുഞ്ഞിനെ പിടിച്ച് വലിച്ച് താഴെയിട്ട് എറിയുകയും അവൻ്റെ മുഖത്ത് ഇടിക്കുകയും അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയും മുഷ്ടി ഉരുട്ടി ഇടിക്കുകയൊക്കെ ചെയ്താൽ ഒരപ്പൻ കണ്ടോട് നിൽക്കുമോ? എൻ്റെ കുഞ്ഞുങ്ങളോടുകൂടെ ഞാൻ പോകുമ്പോൾ ഒത്തിരിക്ക് അവർക്ക് അത്ര ആരോഗ്യമില്ലെങ്കിലും എൻ്റെ മോനെ തൊട്ടാൽ ഞാൻ അടങ്ങിയിരിക്കില്ല. എനിക്കുള്ള ആരോഗ്യം കൊണ്ട് ഞാൻ എതിർക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ മോനെ തൊടാൻ, എൻ്റെ മക്കളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയും. ഞാൻ വയ്യാതെ ഇവിടെ നിന്നാലും നിങ്ങൾ അടങ്ങിയിരിക്കുമോ? ഇതാ ഞാൻ പറഞ്ഞത്. കാൽവറി നമ്മുടെ കർത്താവ് ആരുമില്ലാത്തവരല്ല, പക്ഷെ നിനക്ക് വേണ്ടി അവൻ ആരുമില്ലാത്തവനായി. പിതാവും കൈവിട്ടു, മോഹം മറച്ചു. ഈ ചിന്ത നേരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നു. ഇന്ന് തന്നെ ഓർപ്പിച്ചു, മോനെ ഞാൻ ഇരുട്ട് വരുത്തിയത് എന്തിനാന്ന് മനസ്സിലായോ? മറ്റിടപെടലുകൾ ഉണ്ടാകരുത്. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായി കാൽവറിയിൽ ദൈവകുമാരൻ യാഗമായി തീരുമ്പോൾ അത് തടയുന്ന ഇടപെടലുകൾ ഉണ്ടാകരുത്. നിന്റെ ദൈവത്തിന്റെ പ്രൊവിഷൻസ്, കരുതലുകൾ എത്ര വലുതാ. ഇവിടെ ഇരിക്കുമ്പോൾ നീ ഓരോ ദൂതും നിന്നോടാ. ആരും ഇടപെട്ടില്ലേലും നിന്റെ അപ്പൻ ഇടപെടും. നിന്റെ ഭാരത്തിൽ നിന്റെ അപ്പൻ നിന്നെ തനിയെ വിടത്തില്ല, നിന്നെ തനിയെ വിടുകയില്ല. നിനക്ക് വേണ്ടി ആരും ഇടപെട്ടില്ലെങ്കിലും നിന്റെ പ്രാണപ്രിയൻ, നിനക്കായി രക്തമൂറ്റിയവൻ, കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ച് പറ, അവൻ ഇടപെടും. ഈ ചിന്തകൾ വരുമ്പോഴായി വേദപുസ്തക വാക്യത്തിന്റെ മാധ്യമ സ്വന്തപുത്രനെ
ബാക്കി പറ. സ്വന്തം പുത്രനെ ആദരിയാതെ, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അതോടുകൂടെ കൈ ഉയർത്തി പറ, സകലവും 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 നൽകാതിരിക്കുമോ? നീ എത്ര ഭാഗ്യവാനാ. നിനക്ക് വേണ്ടി ചെലവിട്ട തുകയെന്നാ മനസ്സിലായോ കുഞ്ഞേ? വീണ്ടെടുപ്പിന്റെ വില നിനക്കറിയാവോ? ഞാൻ 2-3 ആഴ്ച ഇതാ പറഞ്ഞോണ്ടിരുന്നേ. ആരാധനയുടെ മഹത്വം നിനക്കറിയാമോ? നിന്നെ വീണ്ടെടുക്കാൻ സ്വർഗത്തിന് ചെലവായത്. വീണ്ടെടുപ്പിന്റെ വില അറിയാമോ? നീ എനിക്ക് വിലയേറിയവനാണ്. സമയം പോയി. അധ്യായം അവസാനിക്കുന്നത്, പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാം അവൻ്റെ മുമ്പാകെ കുമ്പിടും, തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവന് കൂടെ. അടുത്തത്, ഒരു സന്തതി അവനെ സേവിക്കും. 2 കാര്യങ്ങൾ, 2 കാറ്റഗറി ക്രൂശിനോടുള്ള ബന്ധത്തിൽ. ഒരു കൂട്ടർ നരകത്തിലേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ കാൽപാദത്തിൽ കുഞ്ഞാടെ നീ യോഗ്യൻ, നീ മാത്രം യോഗ്യൻ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണും. ഒരു സന്തതി അവനെ സേവിക്കും. ആ കൂട്ടത്തിലാകാൻ ദൈവം കൃപ നൽകിയല്ലോ. എല്ലാ കണ്ണും അടച്ചാണ്. എന്നെ എൻ്റെ കർത്താവ് കൈവിടില്ല. തൻ്റെ പുത്രനെ കൈവിട്ട എന്നെ വിലയ്ക്ക് വാങ്ങിയത്, എന്നെ വീണ്ടെടുത്തത്. ഓ, എത്ര വിലയേറിയവനാണ്. അതാണ് യെശയ്യാ പറഞ്ഞത്, നീ എനിക്ക് വിലയേറിയവനാണ്, മാന്യനാണ്. കുരിശും ചുമലേന്തിയ നാഥനെ, യെരൂശലേം വഴി പോയവനെ, കുരിശും ചുമലേന്തിയ നാഥനെ, യെരൂശലേം വഴി പോയവനെ, കുരിശിൽ ചിന്തിയ ചോരയാൽ പുതുജീവമാർഗത്തിൽ ഞാൻ നടപ്പാൻ നാഥ അരുൾക കൃപ. പുതുജീവമാർഗത്തിൽ ഞാൻ നടപ്പാൻ നാഥ അരുൾക കൃപ. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ പൊൻവൈരമോ അല്ല മറുവിലയായി. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ പൊൻവൈരമോ അല്ല മറുവിലയാ. എൻ പേർക്കു യാഗമായി തീർന്ന ദൈവകുഞ്ഞേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ ദൈവകുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ ഞാൻ പാടുമീ നാളിനി മോദാൻ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ ദൈവകുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ. ആരാധനയുടെ അതിഭകത്തായ
ഉന്നതമായ സ്ഥാനത്തേക്ക് നാം വന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടി അറക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ, നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ടവനെ, നമുക്ക് വേണ്ടി കാൽവറിയിൽ മഹാബലിയായി തീർന്നവനെ, നമുക്ക് വേണ്ടി അടിയേറ്റവനെ, തുപ്പലേറ്റവനെ, നിന്നയേറ്റവനെ, പിതാവാം ദൈവത്താൽ പോലും കൈവിടപ്പെട്ടവനെ, അവൻ്റെ സ്നേഹത്തെ ധ്യാനിക്കാനുള്ള അവസരമാണ്. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി ഹാളിൽ നിങ്ങളായിരിക്കണം. പള്ളിയുള്ള എല്ലാവരുടെയും കണ്ണ് അവൻകിൽ പതിഞ്ഞിരുന്നു. മുഴുവൻ ശ്രദ്ധയും അറക്കപ്പെട്ട കുഞ്ഞാടിലായിരിക്കട്ടെ. മുഴുവൻ മഹത്വവും യേശു കർത്താവിനായിരിക്കട്ടെ. തിരുമേശയിലേക്ക് സമീപിക്കുമ്പോൾ ഒരു വിശ്വാസി ചെയ്യേണ്ട അനേക കാര്യങ്ങളുണ്ട്. വളരെ സമയം കടന്നു പോയതുകൊണ്ട് ഞാൻ വേദഭാഗങ്ങൾ വായിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളവും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ ആരെങ്കിലും ഈ പകൽ ഈ അപ്പം തിന്നുകയോ, അയോഗ്യമായ ആരെങ്കിലും ഈ പകൽ ഈ പാനപാത്രം പാനം ചെയ്താൽ അവരെല്ലാവരും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. ഇത് IPC-കാരുടെ മേശയല്ല, ചർച്ച് ഓഫ് ഗോഡുകാരുടെ അസംബ്ലി സോണില. ഇത് കർത്താവിൻ്റെ മേശയാണ്. ഈ പകലെല്ലാവരും കണ്ണടയ്ക്കൂ. ഞാനിതിന് യോഗ്യനാണോ എന്ന് തന്നെ താൻ ശോധന ചെയ്യുക. എന്നെ യോഗ്യനാക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എനിക്കൊരു കുറ്റത്തെക്കുറിച്ച് ബോധം വരുന്നില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരില്ല. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ നിർമ്മലനാകുന്നെങ്ങനെ ദൂതന്മാരിൽ പോലും അവൻ കുറ്റം ആരോപിക്കുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൻ്റെ വസിക്കുന്നവൻ നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. നിത്യദഹനങ്ങളുടെ അരികിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ നോട്ടത്തിൽ, വാക്കിൽ, ഇടപാടിൽ, പ്രവർത്തനത്തിൽ, കൊടുക്ക വാങ്ങിൽ വന്ന കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് എല്ലാവരും ദിവസം പ്രാർത്ഥിക്കുക. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരില്ല. അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവൻ ഇന്ന് പകലും കരുണ ലഭിക്കും. എല്ലാവരും പ്രാർത്ഥിക്കും. അടുത്തിരിക്കുന്ന സഹോദരനെയും സഹോദരി ഒരു നിമിഷം മറക്കൂ. നീയും നിൻ്റെ ദൈവവുമായിട്ടാണ് കാര്യം. കർത്താവേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിൻ്റെ അരികിലേക്ക് ഞങ്ങൾ വരുന്നു. ഹാബേൽ രക്തം ഇന്നും പ്രതികാരത്തിനായി വിളിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം സകലഭാവവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന രക്തമാകിയാൽ സ്തോത്രം. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ തിരുമേശ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ച രാത്രിയിൽ അവൻ അപ്പം കരഞ്ഞെടുത്ത് സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് കൊടുത്തു. ഈ അപ്പത്തെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചു തരുവാനായി സഭയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച പരമിതാവാം ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ കാൽവറിൽ ഞങ്ങളുടെ പുത്രനെ ഞങ്ങൾക്കായി 5 വിധ മാരകായുധങ്ങളായി പങ്കിട്ട് തന്ന ദൈവസ്നേഹത്തെ ഓർക്കുന്നു. ഞങ്ങളെ കൈകേൾക്കാൻ ഞങ്ങളുടെ പുത്രനെ ഞങ്ങൾ കൈവിട്ടു. നമ്മുടെ ശരീരത്തിൻ്റെ ഓർമ്മയെ പ്രസിദ്ധമാക്കുന്ന ഈ അപ്പത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അദൃശ്യകരത്താൽ ഇത് അനുഗ്രഹിച്ച് തരണമേ. ഇത് ഭക്ഷിക്കുമ്പോൾ ബലത്തിന്മേൽ ബലവും ജീവന്മേൽ ജീവനും ദൈവിക രോഗശാന്തിയും ഞങ്ങളുടെ മൺകൂടാരത്തിൽ അനുഭവിപ്പാൻ തരണം. അങ്ങ് ഈ അപ്പത്തെ അനുഗ്രഹിച്ചനായി സ്തോത്രം. അവിടുത്തെ കരുത്ത് ഞങ്ങൾ തിരികെ വാങ്ങുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കും, നിങ്ങൾ കേൾപ്പിക്കുന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു രാത്രി അവനപ്പം കരമെടുത്തു. സ്തോത്രം, 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 സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. നിങ്ങളത് വാങ്ങി ഭക്ഷിപ്പീൻ, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വി എന്ന് പറഞ്ഞു. നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വെടിപ്പിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം കാൽവറിയിൽ നമുക്കായി നുറുക്കപ്പെട്ടു. അതിൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നു. വാങ്ങി പങ്കിട്ട് കൊള്ളുവീൻ. ഒരു വാക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. കർത്താവിന്റെ മേശയിൽ വിപ്പാർന്ന ദൈവമക്കൾ എഴുന്നേറ്റ് നിൽക്കുക. രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും വേർപാടിന് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്നവർ മാത്രമേ തിരുമേശ എടുക്കാവൂ. നമ്മൾ പതിവായുന്ന പോലെ നിങ്ങൾ അപ്പം വാങ്ങി കയ്യിൽ വെക്കുക. ഇവിടെ നിന്ന് പറയുമ്പോൾ ഒന്നിച്ച് നമുക്കത് ഭക്ഷിക്കാവുന്നതാണ്.